ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഞാൻ സീമ. ഗൈസ്, ദുബായിലുള്ളൊരു സൂവിലേക്കാണ് ഇന്നത്തെ യാത്ര. ഈ പക്ഷിയെ കണ്ട ഇതിൻ്റെ തലയിലെ പൂവാണ് ഇതിൻ്റെ അട്രാക്ഷൻ. നല്ല മനോഹരമായ കാഴ്ചയാണ് ഇതിനെ കാണാനായിട്ട്. നല്ല ഹൈറ്റുള്ള ബേഡാണത്. ഇനി അടുത്തത് ജിറാഫാണ്. ജിറാഫിന് പുല്ല് കൊടുക്കാൻ വേണ്ടി ഇവിടെ ആളുകൾ തമ്മിൽ മത്സരിക്കുകയാണ്. കൊച്ചു കുട്ടികൾ വരെ പോയിട്ട് പുല്ല് കൊടുക്കുന്നുണ്ട്. അത് ഉപദ്രവിക്കില്ല. നല്ലോണം ഇണങ്ങിയ മൃഗങ്ങളാണ് ഈ സൂവിലുള്ളത് എല്ലാം തന്നെ. ജനങ്ങൾക്ക് വളരെ അടുത്ത് തന്നെ അവരെ ആയിട്ട് ഇടപഴകാനും അവർക്ക് തീറ്റ കൊടുക്കാനും ഫോട്ടോ എടുക്കാനും എല്ലാം അനുവാദമുണ്ട്. ഇത് ഒട്ടകപ്പക്ഷി, യമു തുടങ്ങിയ പക്ഷികളാണ്. ഇതിനും പുല്ല് ഇവിടുന്ന് എല്ലാവരും പുല്ല് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ വാങ്ങിച്ചിട്ട് ഇവർക്ക് ഈ മൃഗങ്ങൾക്കെല്ലാം കൊടുക്കുന്നുണ്ട്. ഇതിനും പുല്ല് കൊടുക്കുന്നുണ്ട്. ഇവർ രണ്ടാളും തമ്മിൽ മത്സരമാണ്. നമ്മൾ പുല്ല് നീട്ടുമ്പോഴേക്ക് രണ്ടാളും തമ്മിൽ മത്സരമാണ് അത് മേടിക്കാനായിട്ട്. കൊച്ചു കുട്ടികൾ വരെ അടുത്ത് പോയി നിന്നിട്ട് പുല്ല് കൊടുക്കുന്നുണ്ട്. ഉപദ്രവമൊന്നുമില്ല. കഴുത്ത് നീട്ടിക്കൊണ്ട് വരുമ്പോൾ നമുക്ക് പേടി തോന്നും, എന്നാലും ഉപദ്രവിക്കുന്നില്ല. കൊച്ചു കുട്ടികൾ വരെ അടുത്ത് പോയി നിൽക്കുന്നുണ്ട്. ഇവിടുത്തെ ഈ സൂ എന്ന് പറഞ്ഞാൽ എക്കോ ഫ്രണ്ട്ലിയാണ്. മൃഗങ്ങളുടെ അടുത്ത് നമുക്ക് പോയി നിന്ന് തീറ്റ കൊടുക്കാനും ഫോട്ടോ എടുക്കാനും അവരെ തൊടാനും ഒക്കെ അനുവാദമുണ്ട്. ഇതിനകത്ത് കുറച്ചധികം ഉണ്ട്. നമ്മുടെ അടുത്തേക്കെല്ലാം വരുന്നില്ലെങ്കിലും പല സ്ഥലത്തായിട്ട് കിടക്കുന്നുണ്ട്. വളരെ അടുത്ത് നിന്നിട്ടാണ് ഈ ഫോട്ടോ ഒക്കെ എടുത്തിരിക്കുന്നത്. അതിൻ്റെ കഴുത്തിൻ്റെ നീളം, അതിൻ്റെ കാല്, ഇതെല്ലാം വളരെ വ്യക്തമായിട്ട് നമുക്ക് അടുത്ത് നിന്ന് തന്നെ കാണാൻ സാധിക്കും. ഇനി തത്തകളാണ്. ഒരു മഴക്കുറ്റിയിൽ ഈ തത്തകളെയൊക്കെ വെച്ചിട്ടുണ്ട്. അവരെ കെട്ടുമൊന്നും ചെയ്തിട്ടില്ല. അത് എങ്ങും പറന്നു പോകുമൊന്നുമില്ല. നമ്മൾ കൈ വെച്ച് കൊടുത്താൽ നമ്മുടെ കയ്യിലേക്ക് കയറും. പിന്നെ നമ്മൾ തിരിച്ചാൽ മരത്തിൻ്റെ അടുത്ത് കൊണ്ട് ചെല്ലുമ്പോൾ അവരതിലേക്ക് കയറും. ഇത് കൊത്തുമില്ല, ഒന്നുമില്ല. നമുക്ക് ഇഷ്ടമുള്ളതിനെ കൈ കൊണ്ട് ചെന്നാൽ മതി, അത് കയ്യിലേക്ക് കയറും. പിന്നെ അത് നോക്കാൻ ഒരാൾ നിൽക്കുന്നുണ്ട്, അയാൾ എടുത്ത് കയ്യിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. പല കളറുള്ളതാണ്. ചുവപ്പ്, പച്ച, വെള്ള, അങ്ങനെ പല കളറിലുള്ള തത്തകളാണ്. നല്ല വലിയ തത്തകളാണ്. ഇതിൻ്റെ സൗണ്ട് നല്ല വലിയ സൗണ്ടാണ്, നല്ല മുഴക്കമുള്ള സൗണ്ടാണ്. അടുത്തതായിട്ട് ഗൊറില്ലയാണ്. ഈ ഗൊറില്ലയുടെ അടുത്ത് നമുക്ക് പോയിരുന്ന് തൊട്ട് തലോട് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുകയും ഒക്കെ ചെയ്യാം. കൊച്ചു കുട്ടികൾക്ക് വരെ ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കാം. നമ്മൾ എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ അത് കഴിക്കും. ആളുകൾ സ്പ്രൈറ്റ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. ഇവനാണ് ഇവിടുത്തെ താരം. ഇത് വെള്ളക്കടുവ. ഇവനെ ഒരു ചങ്ങല മാത്രം ഇട്ടേക്കണ. ഇനി അടുത്തത് ദുബായിയുടെ ദേശീയ പക്ഷിയായ ഫാൽക്കനാണ്. അതിൻ്റെ അടിയിൽ നിന്ന് ഞങ്ങൾ ഫോട്ടോ എടുത്ത്. ഇത് ആമയുടെ ഒരു ശേഖരം തന്നെ ഇവിടെയുണ്ട്. ഇത് പല വർണ്ണത്തിലുള്ള കിളികളുടെ കൂടാണ്. അതിലെ മഞ്ഞക്കിളിയാണിത്. ഒരുപാട് കിളികൾ ഇതിലുണ്ട്, പല സൈസിലുള്ളത്. ഇനി അതിമനോഹരമായ ഒരു കാഴ്ച ഞങ്ങൾക്ക് നേരിട്ട് കാണാൻ പറ്റിയത് മയിൽ പീലി വിടർത്തി ആടുന്നതാണ്. ഞങ്ങൾ നോക്കി നിൽക്കുമ്പോൾ തന്നെയാണ് അത് പീലി വിരിച്ചാടിയത്. അത് കാരണം നേരിട്ട് കാണാൻ സാധിച്ചു. ആദ്യമായിട്ടാണ് ഞാൻ ഇത്ര അടുത്ത് നിന്ന് നേരിട്ട് മയിൽ പീലി വിരിച്ചാടുന്നത് കാണുന്നത്. നല്ല മനോഹരമായ കാഴ്ചയാണ്. പലതരം മയിലുകൾ ഈ കൂടിനകത്തുണ്ട്. ഒരുപാട് ജനങ്ങൾ ഇത് കാണാൻ വരുന്നുണ്ട്, ഇത് ഷൂട്ട് ചെയ്യുന്നുണ്ട്. ഇത് മറ്റൊരു മയിലാണ്. അതിനകത്ത് മരങ്ങളുണ്ട്, അതിന് മുകളിലൊക്കെ മയിൽ കയറിയിരിക്കുന്നുണ്ട്. ഇത് എൻ്റെ കൊച്ചുമോള് ഫാൽക്കന് പുല്ല് കൊണ്ടു കൊടുക്കുന്നതാണ്. ഫാൽക്കൻ ചെറുതും വലുതുമായിട്ട് ഒരുപാട് പക്ഷികൾ ആ കൂടിനകത്തുണ്ട്.
പുല്ല് കൊടുക്കുന്ന പുല്ല് വാങ്ങിച്ച് തിന്നുന്നുണ്ട്. ഇത് ആമകളുടെ ഒരു ശേഖരം തന്നെയുണ്ട്. പാറ കഷ്ണം ഇരിക്കുന്ന പോലെ നമുക്ക് തോന്നുള്ളൂ. ആമയാണെന്ന് അതിൻ്റെ മുന്നിൽ ചെന്ന് നോക്കിയാലേ അറിയുള്ളൂ. ഇത് മറ്റൊരു തരം കിളിയാണ്. മഞ്ഞയും കറുപ്പും വെള്ളയും ഒക്കെ കൂടെ കൂടിയിട്ടുള്ളൊരു കിളിയാണ്. ആദ്യം കണ്ടതിൻ്റെ മറ്റൊരു വെറൈറ്റിയാണിത്. ഒരുപാട് കിളികൾ ഇതിനകത്തുണ്ട്. ഇത് മേൽഭാഗമൊക്കെ കവർ ചെയ്തിട്ടുള്ള വലയാണ്. ഇതിനകത്ത് മരങ്ങളൊക്കെ ഉണ്ട്. അത് കാരണം കിളികൾക്ക് അതിൽ കയറിയിരിക്കാനൊക്കെ സൗകര്യമാണ്. ഇനി ഈ ഗുഹയുടെ ഉള്ളിൽ കൂടെ പുറത്തേക്ക് കിടക്കണം, മറുവശത്തേക്ക് എത്തണം. ഇതെൻ്റെ മകളാണ്. ഇത് കുതിരകളെ ഇട്ടിരിക്കുന്നത്. ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. ഒരുപാട് വിസ്തീർണമുള്ള സ്ഥലത്തിൻ്റെ ഉള്ളിലാണ് ഈ കുതിരകളെയൊക്കെ ഇട്ടിരിക്കുന്നത്. ഇതിപ്പോൾ അധികം ഹൈറ്റുള്ള വേദിയൊന്നും അല്ല. ഇതൊക്കെ ചാടിക്കിടക്കാൻ കുതിരയ്ക്ക് സാധിക്കും. ഇതൊക്കെ നല്ലപോലെ ഇണങ്ങിയ ആയതുകൊണ്ട് കൊച്ചു കുട്ടികൾക്ക് വരെ ചെന്ന് പുല്ല് കൊടുക്കാം. ഇതിന് പുല്ല് കൊണ്ട് നമ്മൾ ചെല്ലുന്ന കാണുമ്പോഴേക്ക് ഓടി സൈഡിലേക്ക് വന്ന് കഴുത്ത് നീട്ടിത്തരും. യമു ആണിത്. ഇത് പല വെറൈറ്റി ആടുകൾ ഇവിടെയുണ്ട്. ഇവരുടെ കൊമ്പും ചെവിയൊക്കെയാണ് ഇവരുടെ പ്രത്യേകതകൾ. നമ്മുടെ നാട്ടിൽ കാണുന്ന ആടുകളും അതുകൂടാതെ ഒരുപാട് വെറൈറ്റി ആടുകൾ ഇതിനകത്തുണ്ട്. എല്ലാത്തിനും സെപ്പറേറ്റ് കൂട്ടിലാണ് ഇട്ടിരിക്കുന്നത്. ഇത് മാനുകളുടെ കൂടാണ്. പുള്ളിമാൻ, മാൻകുട്ടിയാണിത്. അതിൻ്റെ കൊമ്പ് ശ്രദ്ധിക്കുക. ഇതിനടുത്ത് നിന്ന് കാണുമ്പോൾ നല്ല നല്ല ക്യൂട്ടാണ് കേട്ടോ. നമ്മൾ പുല്ല് കൊടുത്തത് ഈ മൃഗങ്ങളൊക്കെ നമ്മൾ കൊടുക്കുന്ന പുല്ല് വാങ്ങിച്ച് തിന്നുന്നുണ്ട്. ഇനി അടുത്തത് കുതിര സവാരിയാണ്. ആദ്യമായിട്ടാണ് ഞാൻ കുതിരപ്പുറത്ത് കയറുന്നത്. പേടിയൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും പിന്നെ ഓക്കെ ആയി. ഇത് ചോട്ടിൽ പൂഴിയാണ് കിടക്കുന്നത്. അത് കാരണം വീണാലും ഒന്നും സംഭവിക്കില്ല. നമ്മളെ ഒരു റൗണ്ട് ഇങ്ങനെ കറക്കി കൊണ്ടുവരുന്നതിന് 10 ദിർഹംസാണ് ഇതിൻ്റെ ചാർജ്. അങ്ങനെ ദുബായിലെത്തി ആദ്യമായി കുതിരപ്പുറത്ത് കയറി. ആ ആഗ്രഹം സാധിച്ചു. പേടിക്കാനൊന്നുമില്ല. നല്ല സ്മൂത്തായിട്ട് നമുക്ക് യാത്ര ചെയ്യാം. ഇതിനൊരു റൗണ്ട് ചുറ്റുന്നതിനാണ് ഈ 10 ദിർഹംസ് വാങ്ങിക്കുന്നത്. ഇഷ്ടംപോലെ ആളുകൾ കയറുന്നുണ്ട്. ഇവിടെ കൊണ്ടുവന്ന് ഇറക്കും. ഇനി അടുത്ത എൻ്റെ കൊച്ചുമോളാണ് കുതിരപ്പുറത്ത് കയറിയിരിക്കുന്നത്. അവൾ ഹാപ്പിയാണ്. ഇവനാണ് ഇവിടുത്തെ താരം. ഇവന് പ്രത്യേകിച്ച് കൂടൊന്നുമില്ല. ആളുകൾക്ക് ഇവൻ്റെ അടുത്ത് പോകാം. അവിടെ ഒരു സ്റ്റാഫുണ്ട്. സ്റ്റാഫാണ് ഇവനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഒരു ചങ്ങല മാത്രമേ ഇട്ടിട്ടുള്ളൂ. പുലി, ഇവനൊക്കെ വലിയ കൂട് ഉണ്ട്. പിന്നെ പാമ്പ്, മലമ്പാമ്പ്, ഇതിനെ നമുക്ക് തോളത്തിടാം, കയ്യിലെടുക്കാം, ഉപദ്രവിക്കില്ല. നല്ല വെയിറ്റ് ഉണ്ട്. ഞാനും ഒന്ന് പരീക്ഷിച്ച് നോക്കി. ഇത് മങ്കിയാണ്. നല്ല നീളം ഇടതൂർന്ന മുടിയുള്ള ഒരു മങ്കി. ഇത് കൊക്കിൻ്റെ വർഗത്തിൽപ്പെട്ട പക്ഷികളാണ്. ഇതിൻ്റെ കാലിന് നല്ല നീളമാണ്. അതുപോലെ കൊക്കിനും നല്ല നീളമാണ്. കൊക്കിനല്ല, കഴുത്തിന് നല്ല നീളമാണ്. കൊക്കിന് അധികം നീളമില്ല, പക്ഷെ ഇതിൻ്റെ കഴുത്തിനാണ് നീളം. കാലിനും കഴുത്തിനും ഒരുപോലെ നല്ല നീളം, നല്ല ഹൈറ്റാണ് കാലിന്. വടി വെച്ച് കെട്ടിയ പോലെ തോന്നും നമുക്കിത് കണ്ടു കഴിഞ്ഞാൽ. ഒരുപാട് ചെറുതും വലുതുമായിട്ട് ഒരുപാട് പക്ഷികൾ ഈ ഇനത്തിൽപ്പെട്ടത് ഇവിടെയുണ്ട്. കുട്ടികളും വലുതും ആയിട്ട് കുറേ അധികം പക്ഷികളുണ്ട്.
ഇനി അടുത്തത് മങ്കി കുട്ടിയാണ്. നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു ചെറിയ മങ്കിയുടെ കുട്ടിയാണിത്. നമുക്ക് ഡ്രസ്സൊക്കെ ഇടിയിച്ചിട്ടുണ്ട്, നമുക്ക് അതിനെ എടുക്കാൻ തരും. അത് ഉപദ്രവിക്കില്ല. കൊച്ചു കുഞ്ഞുങ്ങളുടെ മാതിരി കൈ കൊണ്ട് നമ്മുടെ കഴുത്തിൽ ഇങ്ങനെ കെട്ടിപ്പിടിക്കും, പറ്റി പിടിച്ചിരിക്കും. അതൊന്നും ചെയ്യില്ല നമ്മളെ. നല്ല ക്യൂട്ടാണ്. ഒരു ന്യൂ ബോൺ ബേബീനെ എടുക്കുന്ന ഒരു ഫീലാണ് ഇതിനെ എടുക്കുമ്പോൾ നമുക്ക് തോന്നുന്നത്. അതിൻ്റെ മുഖമൊക്കെ കറുത്തിട്ട് കാണാൻ നല്ല ഭംഗിയാണ്. എൻ്റെ കൊച്ചുമോള് അതിനെ കയ്യിൽ നിന്ന് വെക്കുന്നില്ല, തിരിച്ചു കൊടുക്കാൻ വരെ കൂട്ടാക്കുന്നില്ല. ഇത് ഒട്ടകത്തിൻ്റെ അടുത്ത് നിന്നിട്ടുള്ള ഫോട്ടോ ആണ്. ഇത് ആർട്ടിഫിഷ്യൽ ആനയാണ്. ഇതാണ് ആടുകളുടെ ഒരു ശേഖരം തന്നെ ഇവിടെയുണ്ട്. വിവിധ വെറൈറ്റി ആടുകളെ വേറെ വേറെ കൂടുകളിലാണ് ഇട്ടിരിക്കുന്നത്. നമുക്ക് അതിന് പുല്ല് കൊടുക്കും, മുകളിൽക്കൂടെ കൈയിട്ട് അതിനെ തലോടും ഒക്കെ ചെയ്യാം. ഈ വേലികളൊന്നും അധികം ഹൈറ്റ് ഉള്ളതല്ല. കൂടിന് ഹൈറ്റ് കുറവായി കാരണം തന്നെ നമുക്ക് മുകളിൽക്കൂടെ കൈയിട്ട് ഇതിനെയൊക്കെ തൊടുക തലോടുക ഒക്കെ ചെയ്യാം. എൻ്റെ കൊച്ചുമോൾ ഇതിനൊക്കെ പുല്ല് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാത്തിനും പുല്ല് കൊടുക്കുന്നുണ്ട് അവള്. എല്ലാവരും വാങ്ങിച്ച് തിന്നുന്നുമുണ്ട്. ഇത് മറ്റൊരു മൃഗമാണ്. മ്ലാവാണെന്ന് തോന്നുന്നു. അതിൻ്റെ കൊമ്പ് നല്ല നീളത്തിലാണ് അതിൻ്റെ കൊമ്പ്. പിന്നെ ചെറിയ കഴുത, കുതിര ഒക്കെ അവിടെയുണ്ട്. കുട്ടികൾക്ക് കയറി കളിക്കാൻ പാകത്തിന്. എൻ്റെ കൊച്ചുമോൾ അതിൻ്റെ മുകളിൽ കയറി എൻജോയ് ചെയ്യുകയാണ്. ഇതവള് മൊയിലും കൂടിൻ്റെ ഉള്ളിലാണ്. മൊയിലിനെ പിടിച്ച് മടിയിൽ വെച്ചിരിക്കുന്നു. ഇത് കുറച്ച് മൃഗങ്ങള്. ഇത് കരിമ്പുലിയാണ്. ഇവനെ ഒറ്റയ്ക്കാണ് കൂട്ടിലിട്ടിരിക്കുന്നത്. ഇത് മറ്റൊരു കൂട്ടില് പുള്ളിപ്പുലി. ഇത് ഫാൽക്കൻ്റെ കൂടാണ്. ചെറുതും വലുതായിട്ട് ഒരുപാട് ഫാൽക്കൻ ഇതിനകത്തുണ്ട്. ദുബായിയുടെ ദേശീയ പക്ഷിയാണ് ഫാൽക്കൻ. ആ മരത്തിൻ്റെ മുകളിലൊക്കെ ഫാൽക്കൻ ഇരിക്കുന്നുണ്ട്. ഇത് ഗുഹയിലേക്കുള്ള വഴിയാണ്. ഈ ഗുഹയിൽ കൂടി മറുവശത്ത് എത്തണം നമുക്ക്. ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഈ ഗുഹയിൽ കൂടി പാസ് ചെയ്യുന്നുണ്ട്. ഇത് ഗുഹയുടെ ഉള്ളിലേക്ക് പോകുന്നത്. ഗുഹയുടെ ഉള്ളിലെ കാഴ്ചകളാണിത്. പാറയുടെ ഉള്ളിൽ കൂടെ കട്ട് ചെയ്ത് ഗുഹ ഉണ്ടാക്കിയിരിക്കുന്നതാണ്. ഇതിൻ്റെ ഉള്ളിൽ കൂടെ മറുവശത്തെത്തണം. മരത്തിൻ്റെ വേരൊക്കെയാണ് കാണുന്നത്. മരത്തിൻ്റെ മുകളിലുള്ള മരത്തിൻ്റെ വേരുകൾ അതങ്ങനെ തന്നെ കളയാതെ അവർ സൂക്ഷിക്കുന്നുണ്ട് അതിൻ്റെ ഉള്ളിൽ. ഞങ്ങൾ ഗുഹയുടെ പുറത്തെത്തി. ഇനി മറുവശത്തുള്ള കാഴ്ചകൾ കാണാം. ഇത് ചെന്നായിയാണ്. ഇത് രണ്ട് മൂന്നെണ്ണം ഉണ്ട് ഇതിനകത്ത്.
ഇത് മുള്ളൻ പന്നി. ഇത് നിറയെ മുടിയുള്ള ഒരു കുരങ്ങാണ്, വൈറ്റ് കളറാണ്. ഇത് കരടി. ഇതിൽ പലതരം കരടി ഈ കൂടിനുള്ളിൽ തന്നെ ഞങ്ങൾ കണ്ടു. അതിൽ നമ്മുടെ നാട്ടിൽ കാണുന്ന സൈസ് ബ്ലാക്ക് 2-3 ഉണ്ട്. അതെപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുകയാണ്. ബാക്കിയുള്ള കരടിയൊക്കെ അവിടെ കിടക്കുകയാണ്. ഈ 2 അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക, നോൺ സ്റ്റോപ്പായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 10 മിനിറ്റോളം ഞങ്ങളവിടെ നിന്നു. ഈ 10 മിനിറ്റ് ഇത് സ്റ്റോപ്പ് ചെയ്തിട്ടില്ല. ഇത് കരടി തന്നെയാണ്, മറ്റൊരു സൈസ്. ഇത് വേറെ സൈസ്. പക്ഷെ ഇതിൻ്റെ ഒന്നും പേരൊന്നും ഇവിടെ എഴുതി വെച്ചിട്ടില്ല. അത് കാരണം നമുക്കറിയില്ല അത് ഏത് ഇനത്തിൽപ്പെട്ടതാണെന്ന്. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ സാധാരണ കാണാറുള്ളതാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ താങ്ക് യു.